കോർത്തെടുത്തിടുമീ നല്ല മാല്യം, കോർത്തെടുത്തിടുമീ നല്ല മാല്യം. മാനവ ഹൃദയങ്ങൾ മാനസമൊന്നായി കോർത്തെടുത്തിടുമീ നല്ല മാല്യം, കോർത്തെടുത്തിടുമീ നല്ല മാല്യം. മാലിന്യമുക്തമാം നാടിനു വേണ്ടി നാം നേടിയതെല്ലാം സഫലമാക്കാം. ഭൂമിയും വെള്ളവും വായുവുമെല്ലാം മലിനമാക്കുന്ന പ്ലാസ്റ്റിക് വിമുക്തിനെതിരെ ഞങ്ങൾ മലയഞ്ചി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? എന്തു മനോഹരമാണ് പ്രകൃതി! പൂക്കളും പുഴകളും പക്ഷികളും മൃഗങ്ങളും എല്ലാം പ്രകൃതിയുടെ മക്കളാണ്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രകൃതിയെ നശിപ്പിക്കുന്നു. പുതിയതായി സൃഷ്ടിച്ചെടുക്കുന്ന പലതും അവനവനെ നഷ്ടമാകുന്നു. നമ്മുടെ ജീവൻ നാം തന്നെ ശ്രദ്ധിക്കുക. ഞാനാണ് പ്ലാസ്റ്റിക് ഭൂതം. എന്നെ നിങ്ങൾക്ക് കുപ്പിയിലും കവറിലും എന്തിനേറെ അരിയിലും എന്നെ ചേർത്തിരിക്കുന്നു. കണ്ടാൽ ഞാനൊരു പാവം ഉപകാരി, പക്ഷേ നിങ്ങൾക്ക് എന്നെ അറിയില്ല. അതെ, അമ്മ ഭൂമിയെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചാക്കി കൊല്ലും. അതിനു മുമ്പേ മക്കളായ മനുഷ്യരെ രോഗാണുക്കളുടെ ഭക്ഷണമായി ഇട്ടുകൊടുക്കുന്നു. ഞാനാണ് ജീവവായു. ഞാൻ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാകില്ല. ആ വരുന്ന കറുത്തുപോയ കണ്ടു, എന്നെ നശിപ്പിക്കുന്നവൻ. അവനാണ് മനുഷ്യരാശിയെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത് കാരണം ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ഇനി ഉണ്ടാക്കിയില്ല. കണ്ടില്ലേ എന്റെ അവസ്ഥ? ഞാനാണ് മനുഷ്യന്റെ ജീവന്റെ ജലം. ഞാൻ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഞാൻ പുഴകളും എല്ലാം ഉണ്ട്. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ? പുഴകളും തോടും നിറയെ ഞാൻ ഒഴുകിയിരുന്നു. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിൽ അലിഞ്ഞു ചേർന്ന് ഈ ലോകം മുഴുവനും ശുദ്ധജലത്തിനായി നെട്ടോട്ടമിടുമ്പോൾ നിങ്ങളുടെ കണ്ണെന്താ തുറക്കാത്തെ? നിങ്ങളുടെ ചിന്ത എന്താ ഉണരാത്തെ? ഞാനാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ സർവം സഹയാണ്. നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു വീഴ്ത്തുമ്പോഴും ഞാൻ നിക്ഷിപ്തമായിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ വിഷവസ്തുക്കൾ നൽകുന്നത്? കൂടിച്ചേരാൻ കഴിയാത്ത ഈ പ്ലാസ്റ്റിക് ഉടനെ എനിക്ക് വേണ്ട. നിങ്ങളുടെ ചെയ്തി മൂലം